നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ടൗൺഷിപ്പ് പ്രാരംഭ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭൂമിയിൽ ഇന്നു മുതൽ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ സമരം. CIT ഉൾപ്പെടെയുള്ള സംയുക്ത ട്രേഡ് യൂണിയനാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത്. ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും നൽകാതെ ടൗൺഷിപ്പ് നിർമ്മാണം നടത്തുന്നതിലാണ് തൊഴിലാളികളുടെ പ്രതിഷേധം. ഉടൻ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ മുന്നറിയിപ്പ്. ടൗൺഷിപ്പിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നലെ മുതലാണ് ആരംഭിച്ചത്. ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസ് മൊത്തത്തിൽ പിഴവുകൾ. പോലീസിന്റെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് കോടതി. നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കൈൻ കേസിൽ പോലീസിന്റെ വീഴ്ച എണ്ണിപ്പറഞ്ഞ കോടതി. കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും വിചാരണ കോടതി പറഞ്ഞു. ലഹരിമരുന്ന് കണ്ടെടുത്തിട്ടും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തുവെന്ന് തെളിയിക്കാനായില്ലെന്നും വനിതാ പോലീസിന്റേത് ഉൾപ്പെടെയുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി പറഞ്ഞു. രക്തപരിശോധനാ ഫലം ഉൾപ്പെടെ പ്രതികൾക്ക് അനുകൂലമായിരുന്നുവെന്നും കോടതി പറഞ്ഞു. ഉത്തരവ് പറഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി പുറത്തുവരുന്നത്. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ലെന്ന് കോടതി വിലയിരുത്തി. പ്രധാനമന്ത്രി ഈസ്റ്റർ ആഘോഷിക്കാൻ എത്തുന്ന പള്ളിക്ക് കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നൽകിയില്ല. കുരുത്തോല പ്രദക്ഷിണത്തിന് ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചതായി സേക്രഡ് ഹാർട്ട് ദേവാലയം. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി തടഞ്ഞത്. സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്കാണ് പ്രദക്ഷിണം നിശ്ചയിച്ചിരുന്നത്. പ്രധാനമന്ത്രി അടക്കം BJP നേതാക്കൾ ക്രിസ്മസ്, ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പള്ളിയാണ് സേക്രഡ് ഹാർട്ട് ദേവാലയം. ഇന്ന് വൈകിട്ടായിരുന്നു കുരിശിന്റെ വഴി എന്ന പേരിൽ കുരുത്തോല പ്രദക്ഷിണം നടത്താൻ തീരുമാനിച്ചത്. അതിനുള്ള അനുമതിയാണ് നിഷേധിച്ചത്. 13-കാരനെ ആക്രമിച്ച SIക്കെതിരെ കേസ്. ക്ഷേത്ര ഉത്സവത്തിനിടെ 13-കാരനായ വിദ്യാർത്ഥിയെ നിലത്തിട്ട് ചവിട്ടിയ സംഭവത്തിൽ SIക്കെതിരെ കേസെടുത്ത് പോലീസ്. ചിറയൻകീഴ് സ്റ്റേഷനിലെ ഗ്രേഡ് SI മേനംകുളം സ്വദേശി VS ശ്രീഭുവിനെതിരെയാണ് രക്ഷിതാക്കളുടെ പരാതിയിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്തത്. ആക്രമണത്തിൽ വലതുകാലിന് പരിക്കേറ്റ മേനംകുളം സ്വദേശി വിനായകൻ ചികിത്സയിലാണ്. വിനായകന്റെ അച്ഛൻ സുമേഷും ശ്രീഭുവും തമ്മിലുള്ള തർക്കവും വൈരാഗ്യവുമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വിനായകന്റെ അമ്മ നൽകിയ പരാതിയിൽ പറയുന്നു. ക്ഷേത്രത്തിലെ തൂക്ക ദിവസമായ വ്യാഴാഴ്ച രാത്രിയിൽ ക്ഷേത്രത്തിന് സമീപം നിൽക്കുകയായിരുന്ന വിനായകനെ ശ്രീഭു പിടിച്ചു തള്ളുകയും ചവിട്ടുകയുമായിരുന്നു. ഉത്സവ കമ്മിറ്റി ഭാരവാഹി കൂടിയായ ശ്രീഭു ക്ഷേത്ര പരിസരത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടാണ് വിനായകനെ ആക്രമിച്ചത്. ഡ്യൂട്ടിയിലല്ലാതിരുന്ന SIയുടെ ആക്രമണത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. ഒരാൾ മരിച്ചു. ബാലരാമപുരം സ്വദേശി കുമാറാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ഞായറാഴ്ച രാവിലെ ബാലരാമപുരം റിലയൻസ് പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. ഒരേ ദിശയിൽ യാത്ര ചെയ്ത വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. പാൽ വിതരണക്കാരനായിരുന്നു മരിച്ച കുമാർ. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബാലരാമപുരം പോലീസ് കേസെടുത്തു. അഭിഭാഷകൻ PG മനുവിനെ കൊല്ലത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കേസിന്റെ ആവശ്യങ്ങൾക്കായി താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം പിറവം സ്വദേശിയാണ്. മരണകാരണം വ്യക്തമല്ല. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി പ്രവർത്തിച്ചിരുന്നു. പീഡനക്കേസിൽ പ്രതിയായതോടെ രാജിവെക്കുകയായിരുന്നു. NIA ഉൾപ്പെടെ ഏജൻസികളുടെയും അഭിഭാഷകനായിരുന്നു. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ PG മനുവിന് ജാമ്യം ലഭിച്ചിരുന്നു. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ വിചാരണ തീരുന്നതുവരെ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത്. പാസ്പോർട്ട് ഹാജരാക്കണം. എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം. 2 ലക്ഷം രൂപയുടെ ബോണ്ട് 2 ആൾജാമ്യം എന്നിവയായിരുന്നു ഉപാധികൾ. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതായി പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇത് കണക്കിലെടുത്താണ് ഉപാധികളോടെ കോടതി ജാമ്യം നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കിടെ ക്ഷമാപണവുമായി PV അൻവർ. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് എത്തിച്ചതിന് ക്ഷമ ചോദിക്കുന്നുവെന്ന് PV അൻവർ പറഞ്ഞു. രാഷ്ട്രീയ തീരുമാനമായിരുന്നു അൻവർ വ്യക്തമാക്കി. നിലമ്പൂരിൽ മുസ്ലിം ലീഗ് മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അൻവർ. UDF മുന്നണി പ്രവേശന ചർച്ചകൾക്കിടെയാണ് ലീഗ് വേദിയിൽ PV അൻവർ എത്തിയത്. LDF സർക്കാരിന്റെ പതനത്തിന്റെ തുടക്കമാകും നിലമ്പൂർ തെരഞ്ഞെടുപ്പെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നിലമ്പൂരിൽ മാറ്റം അനിവാര്യമാണ്. ഭരണത്തിന്റെ അഭാവമാണ് കേരളത്തിൽ കാണുന്നതെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് വീട്ടിൽ തീപിടുത്തം. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. തിരുവനന്തപുരം പൂവച്ചലിൽ വീടിന് തീപിടിച്ചു. സംഭവത്തിൽ വീട് പൂർണ്ണമായും കത്തി നശിച്ചു. പൂവച്ചൽ കൊണ്ണിയൂർ സ്വദേശി ദസ്തഗീറിന്റെ വീടാണ് കത്തി നശിച്ചത്. ചികിത്സയ്ക്കായി വായ്പയെടുത്ത 1 ലക്ഷം രൂപയും അഗ്നിക്കിരയായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ആലപ്പുഴയിൽ ബേക്കറി ജോലിക്കാരന് മർദ്ദനം. കരുവാറ്റയിൽ ബേക്കറി ജോലിക്കാരിയായ വീട്ടമ്മയ്ക്ക് മർദ്ദനം. കരുവാറ്റ മേത്തറ രഞ്ജുമോൾക്കാണ് മർദ്ദനമേറ്റത്. കടയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടാണ് മർദ്ദനം നടത്തിയത്. ഇവരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. രഞ്ജുമോൾ ഹരിപ്പാട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. താമക്കല്ലിൽ സ്വദേശികളായ ചെല്ലപ്പൻ, മകൻ സൂരജ് എന്നിവരാണ് മർദ്ദിച്ചതെന്നാണ് വിവരം. ഇവരുടെ സഹോദരിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നതിന്റെ ശമ്പളം കുടിശ്ശികയാണെന്ന് കാണിച്ച് രഞ്ജുമോൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്ന് രഞ്ജുമോൾ പറയുന്നു.
വ്യാജമദ്യം പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തിന് മർദ്ദനം. കായംകുളത്ത് വ്യാജമദ്യം പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തെ മർദ്ദിച്ചു. BJP മണ്ഡലം സെക്രട്ടറി ബിനുവും കുടുംബവുമാണ് മർദ്ദിച്ചത്. പരിക്കേറ്റ എക്സൈസ് ഉദ്യോഗസ്ഥൻ നന്ദഗോപാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ കരിയിലക്കുളങ്ങര പോലീസ് കേസെടുത്തു.